ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് ആൽഫ വേരിയന്റ്. ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡ് വേരിയന്റുകൾ ആൽഫ ആൻഡ് സീറ്റ ഈ രണ്ട് വേരിയന്റുകളിൽ ടർബോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടർബോ വേരിയന്റുകൾക്ക് ഇപ്പോൾ വെലോസിറ്റി കിറ്റ് എന്ന് പറഞ്ഞ ഒരു ആക്സസറി കിറ്റ് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് വാഹനം മേടിക്കുമ്പോൾ അത് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ വാഹനത്തിൽ ആ ഒരു ആക്സസറി കിറ്റ് ഫ്രീ ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ടോപ്പ് എൻഡ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രോങ്സ് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു SUV ലുക്ക് എന്നതിലുപരി ഒരു ക്രോസ് ഓവർ ലുക്കാണ് തരുന്നത്. ഫ്രണ്ട് വശം ഒരു SUV ലുക്കും വശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൂപ്പേ ഡിസൈനുമാണ് ഈ വാഹനം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രോസ് ഓവർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും വിളിക്കാം. ഇനി നമ്മളുടെ 2024 വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റുകൾക്ക് വെലോസിറ്റി കിറ്റ് എന്ന് പറഞ്ഞ ഒരു കിറ്റ് ആക്സസറി ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസ്, സീറ്റ, ആൽഫ ഈ 3 വേരിയന്റുകൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വാഹനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് കിട്ടും. ഈ വാഹനത്തിൽ ആ ആക്സസറി കിറ്റും കൂടിയും ചെയ്തതാണ്. അപ്പോൾ എന്തെല്ലാമാണ് ആക്സസറി കിറ്റിൽ വരുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 3 ജുവൽ ടൈപ്പിലുള്ള DRL വരുന്നു. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. താഴെ നമുക്ക് LED ഹെഡ്ലൈറ്റുകൾ കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. ഒരു 3 സ്ലോട്ട് എന്നുള്ള രീതിയിലാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴെ കാരണം ഈ ക്രോം ഫിനിഷ് ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും, ഒരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് കളറിൽ. അതും ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ശരിക്കും എൻ്റെ ഫ്രണ്ടിൽ ഒരു സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലെ ആണ് വരുന്നത്. അതിന് താഴെ ഒരു ബ്ലാക്ക് കളറിലുള്ള ആക്സസറി ചെയ്തിരിക്കുന്നു. ഇനി ഫ്രണ്ടിൽ നമുക്കിതിന് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. അതൊരു 195, 65 16 ആണ് ടയർ സൈസ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു സുസുക്കിയുടെ ലോഗോ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളുടെ ഫെൻഡേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ റെഡ് കളറിലുള്ള ഒരു ഇൻസേർട്ട് കാണാം. ഇത് ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് വരും. അതിന് താഴെയായിട്ട് 360 ക്യാമറയുടെ ലെൻസ് കാണാം. ഈ മിറേഴ്സിൽ കാണിക്കുന്ന ഈ കാർബൺ ഫൈബർ ഫിനിഷും ആ വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമാണ്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ താഴെയെല്ലാം ഒരു സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. അതും ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഒരു റെഡ് ലൈന് കാര്യങ്ങളും ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡോർ ഹാൻഡിൽസിൽ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ് 30% ഗ്രീനിഷ് കളറിൽ ടിൽറ്റ് ചെയ്ത ഗ്ലാസ്സുകളാണ്. റെയിൻ ഗാർഡ് വരുന്നുണ്ട്. ഇത് ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്കിവിടെ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത് സിൽവർ ഇൻസെർട്ടോട് കൂടി. നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സൺറൂഫ് എന്ന് പറഞ്ഞ സംഭവം എന്താണെങ്കിലും ഫ്രോങ്സിൽ മാരേജ് ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഫ്രോങ്സിലും അത് പ്രതീക്ഷിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതൊരു ഡ്യുവൽ ടോൺ കളറാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഡ്യുവൽ ടോൺ കളർ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ശരിക്കും ഫ്രോങ്സിനും ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഈ കളറ് നല്ലൊരു അട്രാക്റ്റീവ് കളർ തന്നെയാണ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കാണാം ആ ഒരു റെഡ് കളറിലുള്ള ഇൻസേർട്ട് ആക്സസറി ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു കൂപ്പേ സ്റ്റൈൽ ഡിസൈൻ തന്നെയാണ്. ശരിക്കും നമ്മുടെ റൂഫൊക്കെ ചേർന്നിരുന്ന് ബൂട്ടിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്പോയിലർ വരുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് വാഷറിൻ്റെ നോസിൽ കാണാം. ഈ സ്പോയിലറിനകത്ത് ഒരു റെഡിഷ് കളറിലുള്ള ഒരു ആക്സസറി ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ഗ്ലാസ് വാഷർ, വൈപ്പർ, ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. നമുക്കിവിടെ താഴെയായിട്ട് ഇവിടെ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തി. സുസുക്കി ലോഗോയുടെ നേരെ താഴെ തന്നെയാണ് ക്യാമറ വരുന്നത്. ഈ ഒരു സിൽവർ ഇൻസേർട്ട് ഇതിനകത്ത് ആക്സസറി ആയിട്ട് വരുന്നതാണ്. ഫ്രോങ്സ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് സ്മാർട്ട് ഹൈബ്രിഡ്. ടർബോ ചാർജ് വണ്ടികളെല്ലാം, അതായത് 1.3 ടർബോ ഉള്ളതെല്ലാം സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വരുന്നത്. ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ് പ്ലസ് DRL. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക ഈ ഒരു ലൈറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം ആ ഒരു DRLൻ്റെ കണക്റ്റഡ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ LED 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഈ ഒരു ചെറിയ യൂണിറ്റ് ആണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് വരുന്നത്. കംപ്ലീറ്റ്ലി LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ താഴെയായിട്ട് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു സിൽവർ കളറിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് കാണാം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന കാര്യം പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അതിപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ടേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു വീലുകളാണ് ശരിക്കും അത് സ്പെയർ വീലായിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബൂട്ട് മാറ്റ് ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ് അതിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് അകത്തുനിന്ന് മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്.
നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഈ വാഹനം വരുന്നത്. ഡ്യുവൽ ടോൺ അല്ല, ഒരു 3 ടോൺ എന്നൊക്കെ പറയേണ്ടി വരും. ബ്ലാക്ക്, സിൽവർ, ഒരു ബ്രഷ്ഡ് ഗോൾഡ്, പിന്നെ ഒരു ബർഗണ്ടി റെഡ്, ആ ഒരു 3 കളർ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ആ ഒരു ബർഗണ്ടി റെഡിഷ് കളർ പ്ലസ് ബ്ലാക്ക്, ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ഈ നമ്മളുടെ ഡോർ ഹാൻഡിൽസിൽ കാണുന്ന കാർബൺ ഫൈബർ ഫിനിഷ് ഇതിന് ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോള്, പിന്നെ മിറർ ഫോൾഡ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം കളറിലാണ് വരുന്നത്. താഴെയെല്ലാം ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നു. അതിന് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്, ഹൈറ്റ് ആൻഡ് റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് നെക്സ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. അതൊരു ലൈറ്റ്നിങ്ങോടുകൂടി ബാഡ്ജിങ് ആണ് വരുന്നത്. നമുക്കിവിടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ, ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടണുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നു. 360യുടെ വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ AC വെൻസിലും ചുറ്റും ആ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കാണാം. അതും ആ ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ ടോപ്പ് എൻഡ് വാഹനങ്ങളിലും കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഫ്ലാറ്റ് ബോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡായിട്ട് സ്റ്റിയറിംഗ് വീലാണ്. താഴെയുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോടുകൂടി സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്ത് നമ്മളുടെ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്ത് വൈപ്പേഴ്സിൻ്റെയും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെയും കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. 2 ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. 15.5 ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നത്. ഫ്രോങ്സിൻ്റെ എന്താ പറയുക, നമ്മുടെ ടർബോ ചാർജ് എഞ്ചിൻ എടുക്കുന്ന എല്ലാവരുടെയും കൺസേൺ ആണ് എൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി. ഇതിപ്പോൾ ഒരു പുതിയ വാഹനമാണ്, എന്നിട്ടും ആവറേജ് 15 കാണിക്കുന്നുണ്ട്. മറ്റെല്ലാ ഇൻഫർമേഷനോട് കൂടിയ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും നമുക്ക് അനലോഗായിട്ട് വരുന്നു. എന്തായാലും ഒരു സ്പോർട്ടി ഫീലൊക്കെ തരുന്നുണ്ട്. പിന്നെ ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് 5 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കമിസ് ട്യൂൺ ചെയ്ത 9 ഇഞ്ചിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 4 സ്പീക്കർ, 4 ട്യൂട്ടർ, ഒരു സബ്, അങ്ങനെ ആ ഒരു രീതിയിൽ ആർക്കമിസ് ട്യൂൺ ചെയ്ത സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്ലാരിറ്റി തരുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പം മാരുതിയിലെ കാറുകളിൽ ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഈ 9 ഇഞ്ചിൻ്റെ സിസ്റ്റമാണ്. അതിനകത്ത് ഒരുവിധം വേണ്ട മറ്റെല്ലാ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് വരുന്നു. അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും പ്ലസ് ഇതിനകത്ത് 360 ക്യാമറയുടെ ഓപ്ഷനും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ വാഹനം റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ ആ 360യുടെ ഓപ്ഷനോടുകൂടി ഫംഗ്ഷൻ ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. ആ ഫുൾ സ്ക്രീനിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഡ്രൈവർ സൈഡിൻ്റെ സൈഡിൽ വ്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ വ്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 360 ക്യാമറയുടെ ഓപ്ഷൻ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 360 ക്യാമറയുടെ എല്ലാ ഫീച്ചേഴ്സും ഈ സിസ്റ്റത്തിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹസാർഡ് ലൈറ്റ്, ഇവിടെ എല്ലാവരും കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് കാണാം. നമുക്കിവിടെ ഒരു വയർലെസ് ചാർജർ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കിവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് കീ വരുന്നത്. നെക്സയുടെ ഒരു പ്രീമിയം വാഹനങ്ങളെല്ലാം കാണുന്ന ഒരു സെയിം കീ തന്നെയാണ്. അതിന് താഴെയായിട്ട് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. ഈ ഒരു വേരിയൻറ്റിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടറാണ് വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാനായിട്ട് നമുക്ക് അറിയാൻ പറ്റും. AMTയിൽ നമുക്ക് ഈ പാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. മറ്റ് ടോക്ക് കൺവെർട്ടറിലൊക്കെ വരുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. താഴെയായിട്ട് നമ്മളുടെ ഹാൻഡ് ബ്രേക്ക്, ഒരു സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. സ്ലൈഡിങ് ഓപ്ഷനോട് സെൻറ്റർ ആംറസ്റ്റ് ആണ്. അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് ഇതൊരു 4 ടോൺ കളറാണ്. അതിൻ്റെ അത്യാവശ്യം സൈസായിട്ടുള്ളൊരു ഗ്ലോ ബോക്സ്, കോൾഡ് ഗ്ലോ ബോക്സ് ഒന്നുമില്ല, നോർമൽ ഗ്ലോ ബോക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയതാണ്. ഇന്റീരിയർ കളറിനോട് മാച്ച് ആവുന്നതിനുള്ള ഒരു സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ആക്സസറി കിറ്റിൻ്റെ ഭാഗമാണ്. ഇത് 6 എയർ ബാഗ്സ് വരുന്ന വേരിയൻ്റ് ആയതുകൊണ്ടാണ്, ഇതിനകത്ത് സീറ്റ് എയർ ബാഗ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിലുള്ള എന്താ പറയുക സീറ്റ് കവേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടി ആൻഡ് ലൈറ്റ്, വാവ് അത് എന്തായാലും കൊള്ളാം. വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയ സൺവൈസസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ IRVMs ഓട്ടോ IRVMs ആണ്, ഓട്ടോ ഡിമിങ്ങുള്ള IRVMs ആണ്. നമുക്കൊരു ടോപ്പിലായിട്ട് 2 റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്, വിത്ത് ലൈറ്റ്, അത് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, ശരിക്കും ഒരു പ്രീമിയം കാറിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും
ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഇവിടെ എല്ലാം നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് സൈഡ് ആ ഒരു ലൈറ്റിങ്ങോട് കൂടി ബാഡ്ജിങ് കാണാം. ഈ വാഹനത്തിൽ 70 മാറ്റ് ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സീറ്റ് കവേഴ്സും വരുന്നുണ്ട്. ബാക്കിൽ 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റുകളും കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. ലെഗ് റൂം ഹെഡ് റൂമൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നതാണ്. ബലേനോയുടെ അതേ സെയിം സ്പേസ് തന്നെയാണ് ഫ്രോങ്സിലും. അത്യാവശ്യം നല്ല ലെഗ് റൂമും നീ റൂമും കാണാം. ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിൽ ഇവിടെ യാത്രക്കാർക്ക് ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻട്രലായിട്ട് റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രോങ്സിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു കംഫോർട്ട്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഫ്രോങ്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഭാരത് എൻക്യാപ്പ് റീസെൻ്റ്ലി കഴിഞ്ഞിരുന്നു. അതിന് 4 സ്റ്റാർ എങ്ങാണ്ടാണ് ഈ വാഹനം സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തോരം സേഫാണ് എന്ന് അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഈ ടോപ്പ് എൻഡ് വേരിയന്റ് നിങ്ങൾക്ക് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ 1.2 അവൈലബിൾ അല്ല. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം 21 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ്. കാര്യം ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ സ്മാർട്ട് ഹൈബ്രിഡോട് കൂടിയാണ് വരുന്നത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സിറ്റിയിൽ ഒരു 12, 13, ഹൈവേയിൽ ഒരു 16, 17 വരെ കിട്ടുന്നതാണ് പറയുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രോങ്സ് ആൽഫ വേരിയന്റിന്റെ, അതായത് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,38,000 രൂപയാണ്. ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ്. ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് 13,65,000 രൂപയാണ്. ഈ മാസം ഇപ്പോൾ കൺസ്യൂമർ ഓഫർ, കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെ കുറച്ച് ഓഫറുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 13,38,000 രൂപയ്ക്ക് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പ്ലസ് വെലോസിറ്റി കിറ്റ് ഇതിന്റെ കൂടെ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം 43,000 രൂപയാണ് വെലോസിറ്റി കിറ്റിന് പ്രൈസ് വരുന്നത്. എന്തെല്ലാം ആക്സസറീസ് ആണ് വെലോസിറ്റി കിറ്റിൽ വരുന്നത് എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,83,000 രൂപയാണ്. ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ്. പ്ലസ് വെലോസിറ്റി കിറ്റ് നിങ്ങൾക്ക് കിട്ടും. ശരിക്കുള്ളതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,18,000 രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് 14,83,000 രൂപ. ഫ്രോങ്സിന്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ ഫ്രോങ്സിന്റെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. അതിന്റെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ അല്ല. നിങ്ങൾക്കിപ്പോൾ ആ വേരിയന്റിൽ എടുക്കുന്ന പലർക്കും കുറച്ചധികം ഫീച്ചേഴ്സ് കുറവ് വരാറുണ്ട്. കാര്യം അത് ഒരു ബേസിക് ഫീച്ചേഴ്സാണ് ആ വാഹനത്തിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫ്രോങ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോപ്പ് എൻഡ് വേരിയന്റ് കൺസിഡർ ചെയ്യാം. ഒരു പവർഫുൾ എഞ്ചിനും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. പ്ലസ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനത്തിന് വരുന്നത്. മറ്റ് 1.2 പെട്രോൾ എഞ്ചിനിൽ വരുന്നത് AMT ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് പ്ലസ് ഒരു ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ കുറച്ചും കൂടിയും ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വേരിയന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇപ്പോൾ മാരുതിയുടെ വാഹനങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം മേടിക്കാനാണെങ്കിലും ഏത് വാഹനം മേടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൈം കിട്ടുകയാണ്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് വ്യൂ ചെയ്ത് പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണത്തെ വീഡിയോ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.